നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ. ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖറിനുമൊത്ത് ഒരു ഫോട്ടോ. അതിനുശേഷം റോബിൻ BJPയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പരന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്ന തരത്തിലുമൊക്കെ തന്നെയുള്ള വാർത്തകൾ. തീർച്ചയായിട്ടും റോബിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ തന്നെ കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, സീസൺ 4 റോബിൻ വളരെ വലിയ തോതിൽ തന്നെ ഒരു കോളിളക്കമുണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ആ സീസൺ ഉടനീളം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഒരുപാട് ആരാധകരെ ആ ഒരു സീസണിലൂടെ റോബിൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം, റോബിനിട്ട ആ ഒരു പോസ്റ്റിന് താഴെ തന്നെ ഒരുപാട് കമന്റ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ റോബിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭ്യൂഹങ്ങൾക്കെല്ലാം വിട നൽകിക്കൊണ്ട് റോബിൻ തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ലൈവിൽ വന്നുകൊണ്ട് റോബിൻ തന്നെ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് റോബിൻ തന്നെ പറയുന്നു, ഞാൻ സംഘിയാണ്, എനിക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്, എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഇഷ്ടമാണ്, എനിക്ക് സുരേന്ദ്രനെ ഇഷ്ടമാണ്, ഞാനൊരു സംഘിയാണ് എന്നുള്ള തരത്തിൽ റോബിൻ തന്നെ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളുണ്ട്. ഓരോ പാർട്ടികൾ ഏത് പാർട്ടിയെ ഇഷ്ടപ്പെടണമെന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ കൊണ്ട് മറ്റു ചിലർക്ക് കുരുപൊട്ടിക്കൊണ്ട് റോബിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് റോബിനെ അഗെയിൻസ്റ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ റോബിനെ ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് എന്നാണ് റോബിൻ പറയുന്നത്. എന്നെ ഇപ്പോൾ അങ്ങ് പേടിപ്പിച്ച് കളയാം എന്നൊക്കെയുള്ള ചില നാടകങ്ങളൊക്കെ തന്നെ റോബിന് മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ തന്നെ ചെല്ലുന്നുണ്ട്. അതിനെല്ലാം തന്നെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് റോബിൻ്റെ ഈ ഒരു ലൈവ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. റോബിൻ BJP ഇഷ്ടപ്പെടാനായിട്ട് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് തന്നെ നരേന്ദ്രമോദിയെ അത്രത്തോളം ഇഷ്ടമാണ്, അദ്ദേഹം ഒരു ഇൻസ്പിറേഷനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെയും എനിക്ക് BJP അത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളതാണ് റോബിൻ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. റോബിൻ സംഖ്യയാണ് എന്ന് അറിഞ്ഞിട്ട് റോബിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ഓരോ കമന്റുകളുമായിട്ട് വരുന്നവർക്കെതിരെ റോബിൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇടതുപക്ഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വലതുപക്ഷമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഒരു തരത്തിലുമുള്ള കറപ്ഷനും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലേ? നിങ്ങളുടെ പാർട്ടികൾ എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന ഒരു മറുചോദ്യമാണ് റോബിൻ ചോദിക്കുന്നത്. അവിടെ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് റോബിന്റെ ആ ഒരു പറച്ചിലെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റോബിൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഈ കുരുപൊട്ടി കരയുന്നവർ അതോടൊപ്പം തന്നെ ഈ ഭീഷണിപ്പെടുത്തുന്നവർക്കൊക്കെ തന്നെ പേടിയാണ്. അതായത് BJP എങ്ങാനും ഇനി കേരളം ഭരിച്ചാലോ എന്നുള്ള ആ ഒരു പേടിയിലാണ് അവർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് റോബിൻ പറയുന്നത്. അതോടൊപ്പം തന്നെ റോബിൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, അത് സംഭവിക്കും, അധികം താമസിയാതെ തന്നെ ആ ഒരു കാര്യം സംഭവിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ, അതായത് ഈ കുരുപൊട്ടി കരഞ്ഞു മെഴുകുന്നവർ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വയ്ക്കുന്നുണ്ട് എന്നാണ് റോബിൻ പറയുന്നത്. എന്തായാലും നിലവിൽ റോബിനെ എല്ലാവരും കൂടി ചേർന്ന് സംഖ്യയാക്കിയിട്ടുണ്ട്. അത് റോബിൻ സമ്മതിക്കുകയും ചെയ്തു, ഞാൻ സംഖ്യയാണ്, എനിക്ക് BJP തന്നെയാണ് ഇഷ്ടം എന്നുള്ള തരത്തിൽ റോബിനും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോബിൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തരത്തിലും വാർത്തകൾ പരന്നിട്ടുണ്ടായിരുന്നു. അതും ഇനി സത്യമാകുമോ എന്നുള്ളത് കണ്ടറിയാം.